ഇങ്ങോട്ട് ഇടമേ. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ആദ്യം കേക്ക് കഴിക്കട്ടെ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാമല്ലോ കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് മമ്മിയുടെ അത്തുവിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പം 1ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ മുംബൈയിൽ നിന്ന് വന്ന് ഡയറക്റ്റ് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. 2ാമത്തെ ബർത്ത്ഡേ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റിലെത്തി കറക്റ്റ് 12-17 അവനെ വിഷ് ചെയ്ത് അങ്ങനത്തെ ഒരുതായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. അങ്ങനെ 2ാമത്തെ ബർത്ത്ഡേ അത്ര വലിയ ഗ്രാൻഡായിട്ടൊന്നും ഇല്ലായിരുന്നു. 1ാമത്തെ ബർത്ത്ഡേക്ക് നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് ഭയങ്കര നല്ല ഭംഗിക്കായിരുന്നു നടത്തിയിരുന്നത്. ഇതിപ്പോൾ 3ാമത്തെ ബർത്ത്ഡേ ആണ്. അത്തുവും മമ്മിയും പപ്പയും ഒരുമിച്ച് നിന്നുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണിത്. അപ്പോൾ നമ്മൾ വലിയ പാർട്ടിയായിട്ട് നടത്തില്ല. അടുത്തൊരു ചിൽഡ്രൻസ് ഹോമിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളായിട്ട് നിന്നിട്ടാണ്. നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ട് അവരുടെ പെർമിഷനൊക്കെ എടുത്ത് അവർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെ ടീച്ചറുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുക്കുന്ന അതൊരു ടീച്ചറാണ്, അവിടുത്തെ കുഞ്ഞു പിള്ളേരുടെ ഒരു ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ പേര് ചിത്ര എന്നാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ 2-3 ടീച്ചറുണ്ട്. ലക്ഷ്മി ടീച്ചറുണ്ട്. ഇവിടെ ഇപ്പം കൊടുക്കുന്ന ടീച്ചറിൻ്റെ പേര് അറിയില്ല എനിക്ക്. പിന്നെ അവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അപ്പം കുട്ടികളുമായിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഓർഫണേജിൽ പോകാമെന്നാണ്. അപ്പോൾ 2-3 ഓർഫണേജ് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്കത് കണക്റ്റ് ആവുന്നില്ല. ഓരോ ഓർഫണേജിൽ പോയപ്പോൾ അവിടെ ആളില്ലായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് ഹോമുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അത്തൂരും ഭയങ്കര ഇങ്ങനെ എല്ലാ കുട്ടികളായിട്ട് എൻഗേജ് ആവണം, ഒത്തിരി ആൾക്കാരായിട്ട് സംസാരിക്കണം, അങ്ങനെയുള്ള നേച്ചറാണ് അവന്. എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണം, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് എപ്പോഴും സംസാരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അവനെ ഞങ്ങൾ ഒരു ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നതിലാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായി. അവൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ ഈ ബർത്ത്ഡേ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഹാപ്പി ബർത്ത്ഡേ അത്തു ഉമ്മ.